ക്രൂരമായ കൊലപാതകത്തിൻ്റെ കഥ നമുക്കറിയാം. അതിൽ ഈ കുട്ടി പറയുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആദ്യം വീഡിയോ കാണാം, പിന്നെ സംസാരിക്കാം. ബാബി എന്തൊക്കെ കാണിക്ക്. ഇപ്പൊ നീ എങ്ങനെ പിടിച്ചേ? പിന്നെ തലക്ക് വെച്ചതാ കാണിച്ചു, എല്ലാം കാണിച്ചു. ഇപ്പൊ എന്തൊക്കെയുമ്മ ബാബി കൈ എങ്ങനെ ആക്കിയാ? പിന്നെ എന്തൊക്കെയുമ്മ കൈ പൊളിച്ചേ? പിന്നെ നീ ബൊബിട്ടില്ലേ? കാലിങ്ങനെ ആക്കിയാ? പിന്നെ എന്തൊക്കെയാ? കർണാടകയിൽ നടന്ന കൊലപാതകത്തിനെ പറ്റിയാണ് കൂടുതൽ ഇപ്പോൾ ചർച്ച. ഈ താഴെ കാണിക്കുന്ന പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തതയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ചിട്ട് അവിടെ വില്ലനായി വന്നുള്ളത് നമ്മളെല്ലാവരും എങ്ങനെയാണ് അതിനൊന്ന് വാങ്ങാൻ പറ്റുക എന്നാഗ്രഹിക്കുന്ന ഒരു സാധനം തന്നെയാണ് പൊന്ന് എന്നുള്ളത്. അവളുടെ പൊന്നിനെ കട്ടെടുത്തു എന്നുള്ളതിൻ്റെ രീതിയിലാണ് ആ കുട്ടി മരിക്കാൻ കാരണം. മരിക്കാൻ കാരണമല്ല, അവർ കൊല്ലാൻ കാരണം. ആ മരിച്ച കുട്ടിയുടെ പൊന്ന് അവർ കൈക്കലാക്കുകയും അതിനെ ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടിയെ നിരന്തരമായി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നുള്ളത്. വില്ലനായി വന്നതാരാണെന്നറിയോ? നമ്മളെല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്, നാത്തൂൻ പോര്, അമ്മായി പോര്, അമ്മാവൻ പോര് എന്നൊക്കെ. ശരിയാണ്, ഇവരാണ് ആ കുട്ടിയെ കൊല്ലാൻ മുന്നോട്ട് നിന്ന വ്യക്തികൾ. ആരാണെന്നറിയില്ലേ? സ്വന്തം വാപ്പയെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് അന്യ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളവരെല്ലാം എൻ്റെ സ്വന്തം ഉപ്പാനെ പോലെയും ഉമ്മാനെ പോലെയും എൻ്റെ അഞ്ചത്തിമാരെ പോലെയും എൻ്റെ പെങ്ങന്മാരെ പോലെയും ആഗ്രഹിച്ചിട്ടൊരു വീട്ടിലേക്ക് കടന്നു പോകുന്ന ഒരു കുഞ്ഞു പെണ്ണ്. വീടുകളിലുള്ള എല്ലാ സന്തോഷങ്ങളെയും മറന്നിട്ട് ഒരു കുടുംബത്തിലേക്ക്, പുതിയൊരു കുടുംബത്തെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണ്. അതായിരുന്നു ആ പെണ്ണിനെ പറ്റിയിരുന്നത്. കുട്ടിയെ കൊല്ലാൻ കാരണമായത് ആ കുട്ടിയുടെ അമ്മാവനായിരുന്നു. പിന്നീട് ആ കുട്ടി സ്വന്തം അമ്മയെപ്പോലെ കാണുന്ന ഉമ്മയും, അതുപോലെ തന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ട നാത്തൂൻ, ഇവർ 3 പേരുമായിട്ട് ആ കുട്ടിയെ നിരന്തരമായിട്ട് ക്രൂരമായി ബുദ്ധിമുട്ടാക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തു. ഉണരണം നമ്മളെല്ലാവരും. ഉണർന്നിട്ട് ഇതിലേക്ക് ന്യായം എപ്പോഴാണ് കിട്ടുക അതുവരെ നമ്മളെല്ലാവരും ശബ്ദിക്കുക തന്നെ ചെയ്യണം. ഇനി ഒരിക്കലും ഇതുപോലത്തെ ക്രൂരത നമ്മുടെ നാടുകളിലായാലും എവിടെയായാലും സംഭവിക്കാതിരിക്കാൻ നമ്മൾ മുന്നോട്ട് നിൽക്കണം എന്നുള്ളതാണ് വാസ്തവം. നമുക്കെല്ലാവർക്കും പോരാടണം ഇതിൻ്റെ പിന്നിൽ. ഇൻഷാ അല്ലാഹ് സത്യം വിജയിക്കും. എന്നിരുന്നാലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് കുറ്റവാളികൾക്ക് നല്ല തക്കതായ ശിക്ഷ തന്നെ, നടപടി തന്നെ ഗവൺമെൻറ് എടുക്കുക തന്നെ വേണം.